വലിയ കീർത്തനമാണ്. സമയമായതുകൊണ്ട് ഒരു നാളും വഴിയെ പാടിയിട്ടുള്ളൂ. ആട്ടിൻ്റെ ഒരു നാൾ ശ്ലോകം ഇവിടെ വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം ചുരുക്കി പറയാം. ഇന്നു മുതൽ നമുക്ക് ഭാഗവത നവാഹ യജ്ഞം. യജ്ഞം പറഞ്ഞാൽ എന്താണ്? 4 സാധനം വേണം. യജ്ഞം ചെയ്യാൻ എന്തൊക്കെ 4 സാധനം? ഹോമിക്കാനുള്ള ഹോമകുണ്ഡം, പിന്നെ ഹോമിക്കാനുള്ള ദ്രവ്യം സാധനം, പിന്നെ ഹോമിക്കാനുള്ള തടി, ഹോമം ചെയ്യാനുള്ള ഹോതാവ്. ഇത് 4 വേണ്ടതാണ്. ഇവിടെ 3 ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ 1 നിങ്ങൾ തന്നെ കൊണ്ടുവരണം. ഹോമം ചെയ്യുന്ന ഹോതാവ് ആരാണ്? ഞാൻ തന്നെയാണ്. ഹോമിക്കാനുള്ള തടി എന്താണ്? എൻ്റെ നാവാണ്. ഹോമിക്കുന്ന ദ്രവ്യം, നെയ്യ് പോലുള്ള ദ്രവ്യം എന്താണ്? ഭാഗവതമാണ്. ഹോമിക്കാനുള്ള കുണ്ഡം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ചെവികളാണ്. 3 ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ചെവികൾ നിങ്ങൾ വന്നാൽ ഹോമം നടക്കുള്ളൂ. സപ്താഹയാണ് യജ്ഞം നടക്കണ്ടേ. അപ്പോൾ കൂടുതൽ ചെവികൾ ഉണ്ടെങ്കിൽ കൂടുതൽ ഹോമിക്കാൻ സാധിക്കും. അഗ്നിയിൽ നെയ്യ് ഒഴിക്കുമ്പോൾ തീ കത്തുന്നത് പോലെയാണ് ഈ സപ്താഹ നവാഹ ജ്ഞാനയജ്ഞം കൊണ്ട് നമുക്ക് ഈ ജ്ഞാനം ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ടാണ് സപ്താഹ ജ്ഞാനയജ്ഞം, നവാഹ ജ്ഞാനയജ്ഞം മഹാത്മാക്കൾ പറയുന്നു. അതിൽ ഭാഗവതം പറയുമ്പോൾ തന്നെ അതിലുള്ള എന്തൊക്കെ അതിൻ്റെ അർത്ഥം കൂടി ഇവിടെ പറയുന്നുണ്ട്. ഭാ പറഞ്ഞാൽ ഭക്തി, ഗ പറഞ്ഞാൽ ഗതി, വ പറഞ്ഞാൽ വരം ശ്രേഷ്ഠം, ത പറഞ്ഞാൽ തത്വം. ഇത് 4 കൂടിയതാണ് ഭാഗവതം. പിന്നെ വെറും ഭാഗവതം പറയാറില്ലേ? ശ്രീമദ് ഭാഗവതം എന്നാണ് നമ്മൾ പറയുന്നത്. ശ്രീമദ് ഭാഗവതം പറഞ്ഞാൽ അർത്ഥം, ശ്രീ പറഞ്ഞാൽ രാധയാണ്. രാധാദേവിയോട് ഉള്ള കൃഷ്ണനാണ് ശ്രീമദ് ഭാഗവതം. ആ ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിൽ പ്രധാനമായിട്ട് ഇവിടെ അന്നദാനം നടക്കുന്നുണ്ട്. ഇവിടെ ഒരു 4 കൊല്ലം കൂടെ വന്നിട്ടുണ്ട്. നാട്ടുകാർക്ക് എല്ലാവർക്കും കൂടെ ഭക്ഷണം. എനിക്ക് വളരെ സന്തോഷമായി. എന്താ കാരണം? അന്നദാനം ഇല്ലാതെ ഏത് സത്കർമ്മം നടത്തിയാലും ആ സത്കർമ്മത്തിലെ ഫലം ഉണ്ടാവില്ല എന്ന് പറയുന്നു. അന്നഹീനോ ദഹേദ്രാഷ്ട്രം മന്ത്രഹീനന്തു ഋത്വിജം യജമാനം ദാനഹീന നാസ്തി യജ്ഞസമോ രിപുഃ. അന്നഹീനമായ യജ്ഞം രാഷ്ട്രത്തെ നശിപ്പിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ രാഷ്ട്രം, നമ്മുടെ ദേശം നന്നാവണമെങ്കിൽ അന്നദാനത്തോടു കൂടി വേണം. അന്നദാനം ചെയ്യുമ്പോൾ എന്താണ് ഗുണം ചോദിച്ചാൽ, നാന്നോദക സമം ദാനം എന്നാണ് ദേവി ഭാഗവതത്തിൽ പറയുന്നു. അന്നവും ഭക്ഷണവും കുടിക്കാൻ വെള്ളവും ദാനം ചെയ്താൽ എന്താണ് ഗുണം? സുഖമായിട്ട് ജീവിക്കാനില്ലെങ്കിലും മരിക്കാൻ സാധിക്കും.
ചില ആളുകൾ മരിക്കാൻ ബുദ്ധിമുട്ടും. അവിടെ കുടുംബക്കാരനെ വേഗം പോയി കിട്ടിയാൽ കൊള്ളാൻ പറയും. പക്ഷെ പോവില്ല. അവർ തന്നെ പോയാൽ കൊള്ളാൻ വിചാരിക്കും, പക്ഷെ പോവില്ല. എന്താ കാരണം? കുടിക്കാൻ വെള്ളവും ഭക്ഷണവും കൊടുക്കാത്ത ആൾ പെട്ടെന്ന് അവർക്ക് ജീവിതം വിടാൻ സാധിക്കില്ല. കാരണം അവർക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. ആ ഉദാഹരണം എന്നെ പ്രാണന്താണ് മുമ്പോട്ട് പോകുന്നു, അത് പറ്റാതാകും. അപ്പോൾ അന്നദാനം ചെയ്തവർക്ക് സുഖമായിട്ട് ഭഗവാന്റെ ഭാഗത്തിൽ എത്താൻ സാധിക്കും. അതാണ് അന്നദാനത്തിൻ്റെ പ്രധാനം. പിന്നെ വേറെ ദാനത്തിൽ മതി പറയാറില്ല. അന്നദാനത്തിൽ മാത്രമേ മതി പറയുള്ളൂ. ബാക്കി 1,00,000 രൂപ കൊടുത്താലും 1,00,000 കിട്ടിയാലും കുറച്ചുകൂടി കിട്ടിയാൽ കൊള്ളാൻ പറയും. ഭക്ഷണം കൊടുക്കുമ്പോൾ മതി മതി പറയും. എല്ലാവരും മതി പറയുന്ന ഒരേ ദാനം എന്താണ്? അന്നദാനം. അങ്ങനെ ഇന്ന് മതി പറയുന്ന പ്രധാനപ്പെട്ട അന്നദാനത്തോടു കൂടിയാണ് ഇവിടെ തുടങ്ങുന്നു. മാത്രമല്ല ഇവിടെ ഭഗവാന്റെ പൂജയിൽ പ്രധാനമായി 16 ഉപചാരങ്ങളാണ്. 16 ഉപചാരം പറയുന്നു. ധ്യാനം, ആവാഹനം, ആസനം, പാദ്യം, അർഘ്യം, മധുവർക്കം, ആചമനീയം, മധുവർക്കം, സ്നാനം, വസ്ത്രം, ഉപവീതം, ആഭരണങ്ങൾ തുടങ്ങി 16 പ്രധാനപ്പെട്ട ഉപചാരങ്ങളാണ്. ഈ 16 ചെയ്യാൻ പറ്റാത്തവർ 5 എണ്ണം ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. എന്താണ് 5 എണ്ണം? ധൂപം, ദീപം, നേദ്യം, താമ്പൂലം, കർപ്പൂരം. ഈ 5 എണ്ണം പ്രധാനമാണ്. അതുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോയാൽ ചന്ദനത്തിരി വാങ്ങി സമർപ്പിക്കാൻ കാരണം ധൂപം സമർപ്പിക്കുന്നത് പ്രധാനപ്പെട്ട വഴികളാണ്. പിന്നെ ദീപം കത്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ശ്രേഷ്ഠം ദേവാന ആജ്യം ആഹാരം. നെയ്ദീപം കത്തിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. ദേവന്മാർക്ക് നെയ്യാണ് അവരുടെ ആഹാരം. അപ്പോൾ നെയ്ദീപമാണ് പ്രധാനം. ഘൃതേന ലോകക്ഷേമസ്യ. ഈ നെയ്ദീപം കത്തിക്കുന്നത് എന്താണ് ഗുണം? ഈ ലോകത്തിൻ്റെ നന്മ ഉണ്ടാവുക. നല്ലെണ്ണ, എള്ളെണ്ണ കൊണ്ട് വിളക്ക് കത്തിച്ചാൽ നമ്മുടെ ദേശം നന്നാവും. വെളിച്ചെണ്ണ കൊണ്ട് നമ്മൾ ദീപം കത്തിച്ചാൽ നമ്മുടെ കുടുംബം നന്നാവും. പറഞ്ഞത് നന്നായി, നീ വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചോളാം. അങ്ങനെ വിചാരിക്കരുത്. നെയ്ദീപം കത്തിച്ചാൽ ലോകത്തിൻ്റെ നന്മ ഉണ്ടാകട്ടെ. എവിടെ നോക്കിയാൽ യുദ്ധമാണ് ലോകത്തിൽ. അങ്ങനെ പരസ്പരം തല്ലുകൂടാതെ എല്ലാവരും പരിഹരിച്ച് ജീവിക്കാൻ നല്ല ബുദ്ധി ഉണ്ടാവട്ടെ. അതാണ് ഭാഗവതം പ്രാർത്ഥിക്കുന്നു. സ്വസ്ത്യസ്തു വിശ്വസ്യ പ്രസീദത. അങ്ങനെയുള്ള ഉയർന്ന പ്രാർത്ഥനയാണ് ഭാഗവതത്തിലുള്ളത്. ബാക്കി പുരാണത്തിലുള്ള ഇങ്ങനെയല്ലേ. അങ്ങനെ നെയ്ദീപം പറ്റുന്നവർക്ക് ആവാം. പിന്നെ പറ്റാത്തവർക്ക് എള്ളെണ്ണ കൊണ്ടാവാം. പിന്നെ പറ്റാത്തവർക്ക് അവരുടെ സൗകര്യം അനുസരിച്ചാണ്. പിന്നെ ധൂപം, ദീപം, നേദ്യമായിട്ട് എന്തെങ്കിലും പഴമോ പൂക്കളോ എന്തെങ്കിലും നമുക്ക് പത്രം, പുഷ്പം, ഫലം, തോയം ഭഗവാൻ പറയുന്ന എന്തെങ്കിലും ഇത് നമുക്ക് സമർപ്പിക്കാം. പിന്നെ ഒന്നും പറ്റാത്തവർ ഒരു കർപ്പൂരം എങ്കിലും ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കണം. കർപ്പൂരം സമർപ്പിച്ചാൽ എന്താണ് ഗുണം ചോദിച്ചാൽ അശ്വമേധമാപ്നോതി കുളം ചെയ്വ സമുദ്ധരേ എന്നാണ് പറയുന്നത്. പ്രജ്വാല്യ ദേവദേവസ്യ കർപ്പൂരേണ തു ദീപകം. ഭഗവാന്റെ മുമ്പിൽ കർപ്പൂരം സമർപ്പിച്ചാൽ അശ്വമേധം, ഏറ്റവും വലിയ മഹായജ്ഞമാണ് അശ്വമേധയാഗം. അശ്വമേധമാപ്നോതി. അശ്വമേധയാഗത്തിൻ്റെ ഫലം കിട്ടും. നമ്മുടെ കുലം തന്നെ രക്ഷപ്പെടും എന്നാണ് പറയുന്നു. നമുക്ക് മാത്രം നന്മ കിട്ടിയാൽ നമ്മുടെ കുട്ടികൾ, നമ്മുടെ സന്തതികൾ നന്നാൻ വേണ്ടി അവർക്ക് വേണ്ടിയെങ്കിലും നമുക്ക് ഇങ്ങനെ ഭഗവാന്റെ മുമ്പിൽ കർപ്പൂരം സമർപ്പിച്ച് ഇതൊക്കെ ചെയ്യാം. സാധാരണ സപ്താഹ യജ്ഞത്തിൽ ആദ്യത്തെ ദിവസമായിരിക്കും വരാഹ അവതാരം. പക്ഷേ ഇവിടെ 9 ദിവസമായതുകൊണ്ട് നാളെ സാധാരണ 5:30 ശേഷം ഇവിടെ ആദ്യം മഹാഗണപതി ഹോമത്തോടെ തുടങ്ങും. ഇവിടെ തന്നെ ഭാഗവത്തിൽ മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്, കഥാവിഘ്ന വിഘാചാര്യ ഗണനാഥം പ്രപൂജയേത്. ഈ നവാഹ യജ്ഞത്തിൻ്റെ വിഘ്നം തീർക്കാൻ വേണ്ടി ആദ്യം മഹാഗണപതിയെ പൂജിക്കുന്നു. അതിനുശേഷം സഹസ്രനാമ ജപം. സഹസ്രനാമം ജപിച്ചാൽ നമ്മുടെ തലയെഴുത്ത് പോലും മാറിക്കിട്ടും. കുചേലന്റെ തലയെഴുത്ത് എന്തായിരുന്നു? ശ്രീക്ഷയ. ശ്രീക്ഷയാർത്ഥം ഐശ്വര്യം ക്ഷയിക്കട്ടെയായിരുന്നു. പക്ഷേ അദ്ദേഹം 12 കൊല്ലം സഹസ്രനാമം ജപിച്ചു. അതുകൊണ്ട് എന്തായി? തലയെഴുത്ത് മാറി കിട്ടി.
ശ്രീക്ഷയ അത് മാറ്റി എഴുതിയാൽ എന്താവും? യക്ഷശ്രീ. എന്താ അർത്ഥം? യക്ഷൻ പറഞ്ഞാൽ കുബേരൻ. കുബേരനെ പോലെ പണം ഉണ്ടാവട്ടെ എന്ന് ഭഗവാൻ അദ്ദേഹത്തിന് അനുഗ്രഹിച്ചു. ഇപ്പം സഹസ്രനാമം ജപിച്ചാൽ നമ്മുടെ തലയെഴുത്തുകളും മാറിക്കിട്ടും. ഇപ്പോൾ രാവിലെ ഈ ഗണപതിഭവം കഴിഞ്ഞാൽ 5:00 ശേഷം 5:00 തുടങ്ങിയാൽ 6 മണിക്ക് മുമ്പായിട്ട് 6 മണി 6:15 മുമ്പായിട്ട് ഗണപതിഭവം കഴിയും. പിന്നെ ഉടൻ തന്നെ സഹസ്രനാമ ജപം. ആ സഹസ്രനാമ ജപം കഴിഞ്ഞാൽ പിന്നെ കൂട്ടുപ്രാർത്ഥനയായിട്ട് എല്ലാവർക്കും പൂക്കൾ തരും. എല്ലാവരും ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന മന്ത്രമാണ് ഈ ഭഗവാൻ ഭഗവാൻ നമ്മളെ രക്ഷിക്കട്ടെ, പിന്നെ ഈ സംസാരത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കട്ടെ. പിന്നെ പല ദേവന്മാരുടെ മന്ത്രവും കൂടെ കൂട്ടിച്ചേർക്കും. കുട്ടികൾ നല്ല ബുദ്ധി ഉണ്ടാവാൻ വേണ്ടി കുട്ടികളെ വിളിച്ചു കൊണ്ടുവന്നാൽ നന്നായി. രാവിലെ എഴുന്നേൽപ്പിക്കുന്ന ഒരു സ്വഭാവം ഇവർക്ക് വരണ്ടേ. അതുകൊണ്ട് കുട്ടികളെ കൊണ്ടുവന്നാൽ അവർക്ക് നല്ല ബുദ്ധി ഉണ്ടാവാം. അതേപോലെ വിവാഹപ്രായമുള്ളവർക്ക് അതേപോലെ വിവാഹം ഉണ്ടാവാം. ഇങ്ങനെ പല ദേവന്മാരുടെ മന്ത്രങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു കൂട്ടു പ്രാർത്ഥനയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഭാഗവത വായന തുടങ്ങും. ഭാഗവതം കിളിപ്പാട്ടുമുണ്ട്. പക്ഷേ ഇവിടെ മൂലത്തിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് മുഴുവൻ ശുഗൻ നേരിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഓരോരോ എഴുത്തും മന്ത്രമാണ്. വാക്യാണി സാക്ഷാത് രാധീവം അർത്ഥ ശ്രീകൃഷ്ണ ഏകഹി. ഭാഗവതത്തിൻ്റെ ഈ മൂലത്തിൻ്റെ ഓരോ വാക്യവും അമ്മയുടെ തുല്യം. സാക്ഷാത് രാധീവം പറഞ്ഞാൽ അർത്ഥം എല്ലാവരെയും സമൃദ്ധി, രാധ സമൃദ്ധവും. ഇങ്ങനെ ഒരു ധാതുവിൽ നിന്നാണ് രാധ എന്ന പേര് വരുന്നു. ഓരോ വ്യാകരണ പ്രകാരം സംസ്കൃതത്തിൽ സമൃദ്ധിയാവുന്നതാണ് രാധ. അങ്ങനെ അമ്മയുടെ ഒരു രൂപമാണ് ഭാഗവതത്തിൻ്റെ ഓരോ വരിയും. പിന്നെ അതിൻ്റെ അർത്ഥം കൃഷ്ണൻ ഗുരുവായൂരപ്പനാണ്. അങ്ങനെ അമ്മയും ഗുരുവായൂരപ്പനും ചേർന്നിരിക്കുന്ന രൂപമാണ് ഭാഗവതം. വാക്യാനി സാക്ഷാത് രാധൈവം അർത്ഥ ശ്രീകൃഷ്ണ ഏവഹി രാധാകൃഷ്ണസ്വരൂപം ഹി ശ്രീമദ് ഭാഗവതം പരം എന്നാണ് ഭാഗവത മഹാത്മ്യത്തിൽ കൂടാതെ പറയും. അങ്ങനെ അമ്മയുടെ മുമ്പിലായി നമുക്ക് ഈ ഭാഗവതം നമുക്ക് സമൃദ്ധി ഉണ്ടാവാൻ വേണ്ടി ഈ ഭാഗവതത്തിൻ്റെ മൂലം എല്ലാവർക്കും ഈ സ്പീക്കർ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും കേൾക്കുന്നുണ്ട്. എന്നാലും വീട്ടിൽ നിന്ന് കേൾക്കാം സൗകര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ മുമ്പിൽ ഇരുന്ന് കേൾക്കാൻ കൂടുതൽ ആളുകളാണ്. കാരണം ഗുരുവായൂരിൻ്റെ നേരിട്ട് കടാക്ഷത്തോട് കേൾക്കാം. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും ആ ഭാഗവതം മൂലപാരായണം കേൾക്കാം. ഇടയ്ക്ക് പ്രഭാഷണം, ഇടയ്ക്ക് 8:30 നിർത്തും. 8:30 നിർത്തുമ്പോൾ കുറച്ച് പ്രഭാഷണം ഉണ്ടാകും. പിന്നെ പ്രധാനമായ പ്രഭാഷണം 10:00 ശേഷമാണ്. 10:00 മുമ്പായിട്ട് ഇവിടെ എത്തിയാൽ കാരണം അമ്മമാർക്ക് വീട്ടിൽ താക്കുണ്ടാകും, ഭർത്താക്കൾ കുട്ടികൾ എന്നൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടതൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ 10:00 ഇവിടെ എത്തിച്ചേർന്നാൽ 10 മുതൽ 12 1 മണി വരെ ഇവിടെ ഇടയ്ക്ക് നാമകീർത്തനവും ഭഗവാന്റെ കഥപ്രഭാഷണം വിസ്തരിച്ച് കേൾക്കാം. കാരണം സപ്താഹത്തിൽ കൂടുതൽ വിസ്തരിക്കാൻ സമയമുണ്ടാകില്ല. ഇത് നവാഹം അമ്മയായിട്ട് അനുഗ്രഹിച്ചതാണ്. കാരണം തമിഴ്നാട്ടിലൊക്കെ പൊങ്കൽ പറയും, പൊങ്കാല. പൊങ്കൽ തന്നെ പൊങ്കി വരുന്നതാണ്. എന്താണ് നമുക്ക് ഭാഗവത പൊങ്കൽ 9 ദിവസമായിട്ട് അമ്മ നല്ല ശർക്കര കടുപ്പായസം പോലെ നമുക്ക് ഇന്നലെ പൊങ്കാലാണ്, ഇന്ന് കാണും പൊങ്കൽ. ഇന്നത്തെ സ്പെഷ്യൽ എന്നൊക്കെ ചോദിച്ചാൽ അമ്മമാർക്ക് സ്ത്രീകളൊക്കെ തൻ്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ച് കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ചടങ്ങ് തമിഴ്നാട്ടിലൊക്കെ ഉണ്ട്, ഇവിടെ കണ്ടിട്ടില്ലേ. അതേപോലെ ഇന്ന് പശുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന മാട്ടുപൊങ്കൽ പറയും. തമിഴ്നാട്ടിലൊക്കെ ജല്ലിക്കെട്ട് എന്ന് പറയും. അത് തുടങ്ങി വെച്ച ആളാണ് ഗുരുവായൂരപ്പൻ. താം സുത്വാവിഷ ജില്ലഭ്യാം 7 കാളകൾ അടക്കിയാലെ പെൺകുട്ടിയെ താൻ പറഞ്ഞു. കോസല ദേശത്ത് രാജാവ്, അയോധ്യ രാജാവ്. അപ്പോൾ ആദ്യമായി ജല്ലിക്കെട്ട് തുടങ്ങിയത് ഗുരുവായൂരപ്പനാണ്. 7 കാളകളെ ഒറ്റയ്ക്ക് പിടിച്ച് നിർത്തി പിന്നെ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അതിൻ്റെ പാരമ്പര്യമായിട്ടാണ് ഇപ്പോഴും തമിഴ്നാട്ടിലൊക്കെ കാളകളെ പിടിച്ച് നിർത്തി. എന്താ കാരണം? കാളകളെ അടക്കിയാൽ പെൺകുട്ടിയെ തരാൻ പറയാണ്ട. കാരണം നമ്മുടെ ഒപ്പം 7 കാളകളുണ്ട്. എന്താ കാരണം? കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, തൊക്ക്, മനസ്സ്, ബുദ്ധി എന്തിനും ഒരു കാളയെ അടക്കിയാലേ നമുക്ക് മര്യാദയ്ക്ക് ജീവിതം കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ അടക്കാനുള്ള ഒരു പരിചയമാണ്. രാജസ്ഥാൻ, നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ കുതിരകളെ അടക്കണം പറയും.
എന്താ കാരണം? കുതിരകൾ പറഞ്ഞാൽ ഇതേ അർത്ഥം തന്നെയാണ്. ഇന്ദ്രിയങ്ങളാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഒന്ന് വശം ചെയ്യാൻ പഠിക്കണം. ആദ്യം നമ്മുടെ മൊബൈൽ ഇങ്ങനെ വയ്ക്കണം. ഒരു 10 മിനിറ്റ് അത് നോക്കിയിരിക്കണം, എടുക്കാതെ. അത് ആദ്യം ശീലിക്കണം. അത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ കുട്ടികൾ എടുക്കണമെങ്കിൽ മൊബൈൽ കൊടുത്താലേ ഇരിക്കുള്ളൂ. അങ്ങനെ ആവരുത്. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം മുമ്പിൽ ഉണ്ടെങ്കിലും അത് നോക്കാതെ ഒന്ന് ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ നമ്മൾ പഠിക്കണം. ഇടയ്ക്കിൻ്റെ ശബ്ദമൊക്കെ ഉണ്ടാവും. വെറുതെ ആരാണ് എന്താണോ നമുക്ക് അത് തോളി പോകും. അങ്ങനെ തോന്നാതെ തന്നെ ഇരിക്കാൻ നമുക്ക് ഒന്ന് അഭ്യാസം. അതൊക്കെയാണ് ഇവിടെ നമുക്ക് പഠിക്കേണ്ടത്. അങ്ങനെ 7 കാളകൾ അടക്കി ഭഗവാൻ ഗോപൂജ ചെയ്യുന്ന ഒരു പ്രധാന ചടങ്ങാണ് ഇന്ന് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമുക്ക് എനിക്ക് ഇന്ന് വലിയ ഭാഗ്യം. ആ ഗോപാലൻ്റെ കഥ ഇന്ന് തുടങ്ങുന്നത് വലിയ ഭാഗ്യമല്ലേ. ഈ പശുവിനെ പൂജിക്കുന്ന ഒരു പ്രധാന ചടങ്ങ് ചെയ്യുന്ന ഇന്ന് തന്നെ ഗോപാലനായിട്ടാണ്. എത്ര ലോകപാലകനായ ഭഗവാൻ സർവലോകപാലക. ഭാഗത്തിന് പറയുന്നു തൗ സർവലോകൈക പാലകൗ തൗ വത്സപാലകൗ ഭൂത്വ. സർവലോകൈക പാലകനായ ഭഗവാൻ പശുക്കളെ നയിച്ച് നടന്നു. പറഞ്ഞാൽ അർത്ഥം ഒരു പശു നമ്മുടെ വീട്ടിലുണ്ടായാൽ മതി, നമ്മുടെ ഗ്രഹദോഷം പിന്നെ ഈ ശനിദോഷം ഒന്നും ഉണ്ടാവില്ല. പണ്ടൊക്കെ എല്ലാം കൂടി ചേർന്നിരുന്നു. കൂടുമ്പോൾ ഇമ്പം വരുന്ന സ്ഥലമാണ് കുടുംബം. അങ്ങനെ കൂടിയിരിക്കുന്ന കുടുംബം മാറി ഇപ്പോഴുള്ള അണുകുടുംബമായി. അണുകുടുംബമല്ല ബാമ്പ് കൂട്ടിയിട്ടുള്ളത് ആണ് പറയാം. അങ്ങനെ അണുകുടുംബം ആവരുത്. കൂടി എല്ലാവരും, കാരണം ഒരാൾ മുത്തശ്ശൻ മുത്തശ്ശി അമ്മ അച്ഛൻ പിന്നെ അവരുടെ ബന്ധുക്കളെല്ലാം കൂടി ചേർത്തിരിക്കുമ്പോൾ എന്താകും? ഒരാൾക്ക് ഗ്രഹപ്പഴ ഉണ്ടെങ്കിലും വേറെ ആളുടെ ജാതകം വന്നാൽ അതിനുണ്ടാവും. ഇപ്പോൾ 2 പേർ മാത്രം ഉള്ളപ്പോൾ 2 പേർ മോശമായാൽ പറ്റും. അങ്ങനെ ആവാതെ എല്ലാം കൂടിയിരിക്കണം. അങ്ങനെ കൂടിയിരിക്കുമ്പോൾ ഇമ്പം ഉണ്ടാവുന്ന സ്ഥലമാണ് കുടുംബം. അപ്പോൾ നമുക്ക് അങ്ങനെ കുടുംബത്തിൽ ഒരു പശു ഉണ്ടാവണം. അതേപോലെ കുട്ടികൾ നിറച്ചുണ്ടാവണം. അതൊക്കെ വേറെ ആൾക്കാർ നിറച്ചുണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ആൾക്കാരത് പക്ഷേ അത് നിർത്തുന്നു. നാം 2 പേർക്ക് ഒരാൾ മതി. ഇങ്ങനെ നമ്മ 2 പേർക്ക് ഒരാൾ പോയാൽ പിന്നെ ചെറിയച്ഛൻ വലിയച്ഛൻ പിന്നെ അമ്മ ഇതൊക്കെ ഞാൻ വലിയ അമ്മാവൻ ചെറിയ അമ്മാവൻ പറഞ്ഞാൽ കുട്ടികൾക്ക് എന്തെങ്കിലും അർത്ഥം മനസ്സിലാകുമോ? ചെറിയച്ഛൻ എന്താണ്? അച്ഛൻ്റെ ഒപ്പം ജനിച്ച് ചെറിയ ആൾക്കാണ് ചെറിയച്ഛൻ. ഇടയ്ക്ക് അതിൻ്റെ വ്യാഖ്യാനം എഴുതി വന്നു. അപ്പോൾ അങ്ങനെ ആവരുത്. മിനിമം നമുക്ക് 3 കുട്ടികൾ 4 കുട്ടികൾ വേണം. എന്താ കാരണം? നമ്മുടെ നാടിനെ രക്ഷിക്കാൻ, നമ്മുടെ പട്ടാളത്തിനെ പറഞ്ഞു വിടാൻ ഒരു കുട്ടി വേണം. നാട് സംരക്ഷിക്കണ്ടേ? ഇവിടെ നമ്മൾ സത്താൻ നടത്തണമെങ്കിൽ എത്ര പട്ടാളക്കാരവിടെ തനിക്ക് നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ദേശത്തെ രക്ഷിക്കാൻ ഒരു പട്ടാളത്തിന് വേണ്ടി ഒരു കുട്ടിയും, നമ്മുടെ കുടുംബം നോക്കാൻ ഒരു കുട്ടിയും, നമ്മുടെ പൂജാരികൾ നമ്മുടെ തറവാടുകളിൽ പൂജയ്ക്ക് നോക്കാൻ അതിന് ഒരു കുട്ടി വേണ്ടേ? അങ്ങനെ 3 വേണം. ഇങ്ങനെ കുട്ടികളെ എല്ലാം ചേർന്നിരിക്കുമ്പോഴാണ് അത് കുടുംബമാവും. അങ്ങനെ ഭഗവാന്റെ മാട്ടുപൊങ്കൽ പറയും. പശുക്കളെ മേച്ച ഭഗവാന്റെ, കാരണം പശുക്കളുടെ ആ പാദധൂളി കിട്ടുമ്പോൾ തന്നെ നമ്മുടെ സകല രോഗവും മാറും. അത് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പശുവിൻ്റെ ആ മൂത്രം കൊണ്ട് തന്നെ ക്യാൻസർ രോഗങ്ങളും മാറ്റുന്ന വലിയ ആശ്രമങ്ങളൊക്കെ കർണാടക പ്രദേശത്തിലുണ്ട്. പശുവിൻ്റെ ഗോമയം കൊണ്ട് ഉണ്ടാക്കുന്ന മരുന്ന് ഇപ്പോൾ പോയാൽ കിട്ടും. രാമചന്ദ്രാവണ മഠം എന്ന സ്ഥലത്തിലാണ്. അങ്ങനെ വലിയ ഭാഗ്യം നമുക്കാണ് ഇന്ന് ഭാഗവതം തുടങ്ങുന്നത്. ഉച്ചയ്ക്ക് പ്രഭാഷണം വെച്ചാൽ വീണ്ടും ഇടയ്ക്ക് ഇവിടെ ഓരോരോ അർച്ചനകളൊക്കെ നടക്കുന്നുണ്ട്. ഭാഗ്യസൂക്ത അർച്ചന, ഇങ്ങനെ അവർക്ക് ഓരോ അഭീഷ്ടസിദ്ധി ഉണ്ടാവില്ലേ? ആരോടെ പറയാം? അമ്മയോട് പറയാം, ഭഗവാനോട് പറയാം. അതിനുവേണ്ടി പ്രത്യേകം നമുക്ക് സഹാചാര്യനായിട്ട് നമ്പൂതിരിമാർക്ക് വന്നിട്ടുണ്ട്. അവർ പൂജയൊക്കെ ചെയ്ത് പ്രഭാഷണത്തിൻ്റെ ഇടയിൽ കൊടുക്കില്ല. പ്രഭാഷണം കഴിഞ്ഞ സമയത്തുള്ള ഇടവേളയ്ക്ക് അർച്ചന പ്രസാദമൊക്കെ കിട്ടും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വായന തുടങ്ങിയാൽ ഒരു 3 മണി വരെ വായിക്കും. പിന്നെ പ്രഭാഷണം ഉണ്ടാവും ചായയ്ക്ക് മുമ്പായിട്ട്. പിന്നെ വീണ്ടും വായന തുടങ്ങിയാൽ 5:30 നിർത്തും. 5:30-6 മണിക്ക് നിർത്തിയാൽ പിന്നെ ക്ഷേത്രത്തിൻ്റെ ദീപാരാധനയൊക്കെ കഴിഞ്ഞിട്ട് തിരികെ ഇവിടെ വീണ്ടും ഇവിടെ തുടങ്ങും. ഇതേപോലെ ഒരു 6 മണിക്കൂർ ഭഗവാന്റെ കീർത്തനങ്ങളൊക്കെ പാടി ഭഗവാന്റെ ഭാഗത്ത് സമർപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ 9 ദിവസം നടക്കാൻ പോകുന്നു. ആദ്യം പ്രധാനമായിട്ട് ഒരു നാൾ
ശ്ലോകം ഇവിടെ മഹാത്മ്യത്തിൻ്റെ ശ്ലോകം വായിക്കാം. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ മൃഗപ്രിയം കൃഷ്ണം ദൈവായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രജാസുതം സച്ചിദാനന്ദരൂപായ അഥ പ്രഥമോധ്യായഃ സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. യം പ്രവ്രജന്തമനുപേതമവേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രായിതി തന്മയതയാ തരവോ വിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നൈമിഷേ സൂതമാസീനം അഭിവാദ്യ മഹാമഹിം കഥാമൃതരസാസ്വാദകുശലഃ ശൗനകോ ബ്രവീത്. ഭാഗവതത്തിന്റെ പ്രധാന മഹിമ എന്താണ് ചോദിച്ചാൽ ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവ ഹി. ഭാഗവതം എന്താ കാരണം? ബാക്കി പുരാണങ്ങളൊക്കെ ഭഗവാനെ കാണിക്കുന്ന വഴിയായിരിക്കുന്നു. ഇത് വഴി മാത്രമില്ല, ഭഗവാന്റെ സ്വരൂപമായിരിക്കുന്നു. സാധനം ഇത് തന്നെയാണ്, സാധ്യം ഇത് തന്നെയാണ്. ഉദാഹരണം എനിക്ക് പെട്ടെന്ന് മനസ്സിലാകും. ആദ്യത്തെ പടിയും ഭാഗവതം തന്നെയാണ്, അവസാനത്തെ പടിയും ഭാഗവതം തന്നെയാണ്. ആദ്യം ജ്ഞാനം കിട്ടാൻ വേണ്ടി ഭാഗവതം വായിക്കും. ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ ശുകാചാര്യങ്ങൾ വീണ്ടും ഭാഗവതം വായിക്കും. ആദ്യത്തെ പടിയും അവസാനത്തെ പടിയും ഒന്നാവുമോ ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് ഉദാഹരണമുണ്ട്. എസ്കുലേറ്റർ എന്നുള്ള സാധനം റെയിൽവേ സ്റ്റേഷനിൽ എയർപോർട്ടിലൊക്കെ കാണാം. അതിൽ ആദ്യത്തെ പടി എഴുതുന്നതാണ്, അതിൽ കയറി ഇരുന്നാൽ മതി. പിന്നെ അവസാനത്തെ എത്തുന്ന അവസാനത്തെ പടി എഴുതുന്നതാണ്. ഈ എസ്കുലേറ്റർ പോലെയാണ് ഭാഗവതം നാമജപവും. അതിൽ ആദ്യം കയറി ഇരുന്നാൽ മതി. നമ്മൾ വേണ്ട സ്ഥലത്ത് ഭഗവാൻ എത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പുരാണമാണ് ഭഗവാന്റെ സ്വരൂപമായ ഭാഗവതം. ആ ഭഗവാന്റെ നാമജപം ആ കീർത്തനങ്ങളോടും പറഞ്ഞ് നിർത്താം. വാസുദേവ 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 കൃഷ്ണ ദുഃഖം തീർത്ത രക്ഷിക്കണേ വാസുദേവ കൃഷ്ണ. വാസുദേവ വാസുദേവ Krishna
सर्वत्र गोविन्दनाम संकीर्तनं गोविन्दा गोविन्दा नमः पार्वती पतये हर महादेव दीपाराधന നമുക്ക് സമർപ്പിക്കാം. നാളെ രാവിലെ 5:30 ശേഷം ഗണപതിയോട് പ്രാർത്ഥന. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാജാ കൃഷ്ണരൂപാ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത सर्वत्र गोविन्दनाम संकीर्तनं गोविन्दा गोविन्दा जय हो सद्गुरु महाराज की जय। स्वस्ति प्रजाभ्यः परिपालयन्तां न्याय्येन मार्गेण महीषाः गोब्राह्मणेभ्यः शुभमस्तु नित्यं लोकाः समस्ताः सुखिनो भवन्तु कायेन वाचा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यत् सकलं परस्मै नारायणायेति समर्पयामि। अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात्